ഒരു സാരി വാങ്ങുമ്പോ വരെ 1+1 ഓഫറുണ്ട്. ചേച്ചിയെ കെട്ടിയപ്പോ തന്നെ അനിയത്തിയെ കൂടെ ഓഫർ കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായ എന്നെ കാര്യങ്ങൾ. പൂജാരി, നിങ്ങൾ ഇടയ്ക്ക് വെച്ചിങ്ങനെ കഥ നിർത്തിയാലോ? പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എന്റെ ചോര തിളയ്ക്കുക. അമ്പലത്തിലെ അമ്മയെ ഞങ്ങൾ കണ്ടു. ജനഹൃദയങ്ങളിലെ വേദവതി അമ്മയെ എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക എന്ന് മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. തലയിലേറ്റിയ ബാധ്യത നിറവേറ്റിക്കൊണ്ട് വരുന്നുണ്ട് മോളെ. ഓരോ വർഷവും ഒരു മുടക്കം വരുത്താതെ നിവേദ്യം ഈ അമ്പലത്തിൽ എത്താറുണ്ട്. വരൂ. അവര് തന്നെയല്ലേ? അതേ മോളെ, നമുക്ക് പോയി പൂർണ്ണകുംഭമെടുത്ത് അവരെ സ്വാഗതം ചെയ്യാം. വരൂ. അന്നപൂർണ അമ്മയ്ക്ക് ജയ്. അന്നപൂർണ അമ്മയ്ക്ക് ജയ്. അന്നപൂർണ അമ്മയ്ക്ക് ജയ്. അന്നപൂർണ അമ്മയ്ക്ക് ജയ്. സമർപ്പണത്തിന് തടസ്സം നേരിട്ടിരിക്കുന്നു. അമ്മയുടെ മുൻപിൽ എത്തുന്നതുവരെ അവരുടെ ചൂട് നിൽക്കാൻ പാടില്ല. വേഗം നടക്കുവേദ. അപ്പോ ഈ കാളെ ആര് കെട്ടി നിർത്തും? സ്വാഗതം അമ്മേ. हिरण्यवर्णां हरिणीं सुवर्णरजतस्रजां चन्द्रां हिरण्मयीं लक्ष्मीं जातवेदो ममावह ताम् आवह जातवेदो लक्ष्मीमनपगामिनीं यस्यां हिरण्यं विन्देयं गामश्वं पुरुषानहम् अश्वपू കാര്യകർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊള്ളൂ പൂജാരി. എല്ലാവരും നിവേദ്യം എടുത്ത് ഇവിടെ വെച്ചുകൊള്ളൂ.
പ്രഥമ നിവേദ്യം അമ്മയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ വിധിവിലക്ക് പ്രകാരം നിവേദ്യം എല്ലാവർക്കും കൊടുത്തോളൂ. അമ്മയ്ക്ക് അത്രയും ഇഷ്ടമുള്ള ഈ നൈവേദ്യമൊക്കെ നിങ്ങൾ കൃഷിഭൂമിയിൽ സമർപ്പിക്കൂ. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. അന്നപൂർണ അമ്മയ്ക്ക് ജയ്. അന്നപൂർണ അമ്മയ്ക്ക് ജയ്. അന്നപൂർണ അമ്മയ്ക്ക് ജയ്. വേദവതി അമ്മേ, ഇതുവരെ നിങ്ങളെക്കുറിച്ച് കേട്ടു. ഇപ്പോ കണ്ണാലെ കണ്ടു. ഞങ്ങളുടെ കൺമുന്നിൽ ഒരു അത്ഭുതം നടന്നു തീർന്നതുപോലെയുണ്ട്. ഇവിടുത്തെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്. ഒരിക്കൽ മരുഭൂമിയായിരുന്ന ഈ മണ്ണ് സ്വർഗഭൂമിയാക്കിയത് നിങ്ങളാണെന്നും പൂജാരി ഇപ്പോ കലപ്പയിൽ തട്ടിയ പെട്ടിയെക്കുറിച്ചും അതിൽ നിന്ന് പുറത്തു വന്ന അത്ഭുതത്തെക്കുറിച്ചും പറഞ്ഞു. അതിനുശേഷം എന്താ നടന്നതെന്ന് ഇവിടുന്ന് തന്നെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് സമയമായിട്ട് വളരെ ഉത്കണ്ഠയോടുകൂടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. പറയൂ വേദവതി അമ്മേ. അമ്മയുടെ മഹിമ മാത്രമല്ല, ആഗ്രഹം എന്താണെന്ന് കൂടി എല്ലാവരും മനസ്സിലാക്കണം. പെറ്റമ്മയ്ക്ക് ദേഷ്യം വന്നാൽ വീടിന് നാശം. ഈ അമ്മയ്ക്ക് കോപം വന്നാൽ നാടിന് തന്നെ നാശം. മുമ്പൊരിക്കൽ ഒരു തെറ്റ് സംഭവിച്ചു. അതെന്താണെന്നാൽ ദൈവനിർണയം അറിയിക്കുന്ന തകിടുകളാണിവ. സകല ലോകർക്കും ലഭിക്കുന്ന സൗഭാഗ്യമല്ലിത്. ഇതിന്റെ പുറകിലൊരു കഥ. ആ കഥയിൽ വലിയ വിഷമമടങ്ങിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് സ്വാമി? തകർന്നു വീണ ക്ഷേത്രത്തിലിരിക്കുന്ന അമ്മയെ തുളസി എന്നൊരു ഭക്ത പല നിഷ്ഠകളും പാലിച്ച് ആരാധിച്ചിരുന്നു. സേവ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അമ്മയുടെ മൂക്കുത്തി മോഷ്ടിച്ചു എന്നാരോപിച്ച് അവളുടെ മേൽ കുറ്റാരോപണം നടത്തി. ഗ്രാമവാസികളുടെ കുത്തുവാക്കുകളേറ്റ് മനസ്സ് വിഷമിച്ച് ആത്മഹത്യ ചെയ്തു. തനിക്ക് ദിവസവും നൈവേദ്യം സമർപ്പിച്ചിരുന്ന ഭക്തയുടെ മരണത്തിന് കാരണമായ ആ ഗ്രാമം അമ്മയുടെ ശാപത്തിനിരയായി. ഇതെല്ലാം മനസ്സിലാക്കിയ ഒരു മഹർഷി തുളസിയുടെ കഥ തകിടുകളിൽ എഴുതി ഭൂമിയിൽ നിക്ഷേപിച്ചു. ഇപ്പോഴിതാ അത് പുറത്തു വന്നിരിക്കുന്നു. അമ്മയുടെ കരുണ ലഭിക്കാത്തതിനാൽ സ്വർഗമാകേണ്ടിയിരുന്ന ഒരു ഭൂമി പട്ടിണി മരണങ്ങളെ കണ്ടു. പരിഹാരമൊന്നുമില്ലേ സ്വാമി? ശാപം എന്താണെന്ന് കണ്ടു. അനുഗ്രഹം തേടണം. തുളസിയുടെ കഥ എല്ലാവരും അറിയണം. അമ്മയെ ലഭിച്ച സ്ഥലത്ത് അമ്പലം പണിയണം. അങ്ങനെ ആവട്ടെ സ്വാമി. മരണപ്പെട്ട തുളസിയുടേത് ഭരണി നക്ഷത്രം, 4-ാം പാദം, മേടരാശി. കാർത്തിക മാസം വെള്ളിയാഴ്ച ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ജന്മം കൊണ്ടു. ഇത് നിങ്ങളുടെ തലമുറയ്ക്ക് ലഭിച്ചത് സൗഭാഗ്യം കൊണ്ടാണ്. തുളസിയുടെ ജാതകം ചേരുന്നൊരു പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിലെ മരുമകളാക്കി അവളെ കൊണ്ട് പൂജ ചെയ്യിക്കണം, നൈവേദ്യം സമർപ്പിക്കണം. അപ്പോൾ ആ അന്നപൂർണേശ്വരുടെ കടാക്ഷം കൊണ്ട് ഭൂമി സസ്യശ്യാമളമായി തീരും.
എല്ലാ വർഷവും നിങ്ങളുടെ വീട്ടിലെ മരുമകൾ ഈ മൂക്കുത്തി അണിഞ്ഞുകൊണ്ട് ഈ സമ്പ്രദായങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. അവൾക്ക് ശേഷം അതുപോലെ ജാതകം ചേരുന്ന മരുമകളോ സ്വന്തം മകളോ അങ്ങനെ കാലാകാലം സേവിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആ ദിവസം കിട്ടിയ അമ്മയെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ആരാധ്യമൂർത്തിയാക്കി ആ രൂപം ഈ അമ്പലത്തിൽ മൂലപ്രതിഷ്ഠ നടത്തി പൂജകൾ ചെയ്തു വരുന്നു. എന്റെ അച്ഛനമ്മമാർ എത്രയോ കഷ്ടപ്പെട്ട് വേദവതിയെ കണ്ടെത്തി എനിക്കൊരു വരമായി തന്നു. അന്നുണ്ടായ വിഷാദം ഈ നാട്ടിലെ ഉത്സവമായി മാറി. ഞങ്ങൾക്ക് ബാക്കി എല്ലാ ഉത്സവത്തെക്കാളും ഇതാ വലിയ ഉത്സവം. എല്ലാ വർഷവും വേദവതിയമ്മ ഇവിടെ കുടുംബത്തോടെ വന്ന് ഉത്സവം നടത്തി പോകുന്നത് ഞങ്ങൾ ചെയ്ത ഭാഗ്യം. വളരെ വണ്ടറാവുന്നുണ്ട് വേദാവതിയമ്മേ. എങ്കിലും ഒരു ചെറിയ സംശയം. ചോദിച്ചോളൂ. നിങ്ങൾക്ക് ശേഷം ഈ ആചാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അർഹതയുള്ള ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടോ? എന്റെ മൂത്ത മരുമോൾക്കും എന്റെ മകൾക്കും അതിനുള്ള അർഹതയില്ലെന്ന് പറഞ്ഞോളൂ. ശ്രീകർ ചേട്ടന് കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനായതുകൊണ്ട് ഇനി ഈ സമ്പ്രദായങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഞാനാ. അത്തരം സ്വപ്നങ്ങളൊന്നും വേണ്ട കാവ്യ. തുളസിയോട് ചേരുന്നൊരു ജാതകം അമ്മയ്ക്ക് വരമായി കിട്ടിയ കാരണം ഈ അമ്മയുടെ ആശീർവാദം എനിക്ക് കിട്ടി. നിന്റേതാ ജാതകം അല്ലാത്തപ്പോ അതിനുള്ള അർഹത നിനക്കെങ്ങനെയാ ഉണ്ടാവുക? അമ്മയുടെ അതേ ജാതകമുള്ള ഒരു കുട്ടിയെ മാത്രമേ മരുമകളായിട്ട് കൊണ്ടുവരുമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്താൽ ഞാൻ കൊടുത്ത വാക്ക് എന്തായാലും ഞാൻ പാലിക്കും. അങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയില്ലെങ്കിലോ? കിട്ടും ചേച്ചി. വേദവതി അമ്മേ, നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ടോ? എന്റെ മകന് വേണ്ടി എവിടെയോ ഒരിടത്ത് അവൾ ജനിച്ചിട്ടുണ്ടാവും. എനിക്ക് ശേഷം ഞാൻ ധരിച്ച ഈ മൂക്കുത്തി അവളായിരിക്കും ധരിക്കുക. ഐഫിൽ ടവർ ഇൻ പാരീസ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇൻ ന്യൂയോർക്ക്, ചാർമിനാർ ഇൻ ഹൈദരാബാദ്. പ്രപഞ്ചം ഓർത്തു വെക്കുന്ന ചരിത്രാത്മകമായ ചിഹ്നമാണ് ഞങ്ങളുടെ ചാർമിനാർ. Yeah, that's true. It's a global icon. This great structure was built in 1591 and it is 431 years ago. കുത്തബ് ഷാഹി വംശത്തിൽ ജീവിച്ചിരുന്ന അഞ്ചാമത്തെ ഭരണാധികാരി, ഫിഫ്ത്ത് റൂളർ മുഹമ്മദ് കുലി കുതുബ് ഷാഹി ഇൻഡോ ഇസ്ലാമിക് നിർമ്മാണ ശൈലിയിൽ അദ്ദേഹം നിർമ്മിച്ചതാണിത്. Wow, it's great. Finally, our Charminar is the beating heart of everyone. ഇത് ഞങ്ങളുടെ അഭിമാനം, ഇത് ഞങ്ങളുടെ വിലപ്പെട്ട സമ്മാനമെന്ന് നമുക്ക് നെഞ്ചിലിങ്ങനെ കൈവച്ചുകൊണ്ട് അഭിമാനത്തോട് പറയാൻ പറ്റും. ചേച്ചിയെ എല്ലാരും ദേവിയായിട്ടാ കാണുന്നത്. മൂത്ത മരുമകളാ ഞാൻ. എനിക്ക് മാത്രം ഒരു വിലയുമില്ല. പ്രപഞ്ചത്തിൽ കുവൈറ്റ് ദിനാറിന് ഏറ്റവും വിലയുള്ളത് ലാവണ്യ. നിന്റെതും അമ്മയുടെ ജാതകമായിരുന്നെങ്കിൽ നിനക്കും അതേ വാല്യൂ ഉണ്ടാവാറുന്നല്ലോ. എന്നെ കെട്ടാൻ വന്നപ്പോ എന്റെ വീട്ടിൽ നിന്ന് തന്നെ പൈസ മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ശരിയല്ലേ? അതെ അതെ, അങ്ങനെ തന്നെ. എന്ത് മനുഷ്യനായത്? എന്റെ മോളെ ശ്രീകരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്ന് സ്വപ്നം കണ്ടപ്പോ ജാതകമായിട്ട് അമ്മ കുറുകെ നിൽക്കുക. എന്താ ചെയ്യണ്ടേന്ന് മനസ്സിലാവുന്നില്ല. ചേട്ടനെന്ന് പറഞ്ഞ എനിക്ക് ജീവനാ. എങ്ങനെയാണെങ്കിലും ശരി, ചേട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കമ്മേ. അമ്മായിയമ്മയുടെ അന്ധവിശ്വാസം കാരണം നമുക്കൊക്കെ ഭ്രാന്ത് പിടിക്കുമെന്നല്ലാതെ അമ്മായിയമ്മയുടെ അതേ ജാതകത്തിലുള്ള ഒരു പെണ്ണിനെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ആവുമ്പോ നിന്നെ തന്നെ ആയിരിക്കും ശ്രീകർ കെട്ടുന്നത്. ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ വേദവതി അമ്മേ? പറ്റിയാൽ എല്ലാ വർഷവും വന്നുകൊണ്ടേയിരിക്കണം. തീർച്ചയായും. മഹത്തായ ഒരു ചരിത്രമുള്ള ഇതുപോലുള്ള അമ്പലങ്ങൾ എപ്പോഴും എപ്പോഴും കാണാൻ കഴിയുന്നവർ ഭാഗ്യം ചെയ്തവരായിരിക്കും. എനിവൈസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അതേ ജാതകമുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിൽ കാലെടുത്ത് വെക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വളരെ സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ് ശ്രീകർ. താങ്ക്സ് ആന്റി. അമ്മയുടെ അതേ ജാതകത്തിലുള്ള ഒരു പെൺകുട്ടിയെ കിട്ടി നമ്മുടെ ശ്രീകറിന്റെ കല്യാണം നടന്ന നിങ്ങളെ എല്ലാവരെയും എന്തായാലും വിളിക്കും. നിങ്ങൾ തീർച്ചയായും വരണം. ഓ ഷുവർ. ആ ഭാഗ്യജാതകം ഉള്ളവൾ എവിടെയാണാവോ? ഉണ്ടല്ലോ. നിനക്കൊരു ജീവിതമുണ്ട്, നല്ലൊരു ഭാവിയും ഉണ്ട്.
ജീവിതകാലം മുഴുവൻ നിന്റെ ചേച്ചിയുടെ കുടുംബത്തിന്റെ കാവലാവാൻ കഴിയില്ല. നോക്ക്, ഇവിടെ അടുത്തൊരു ജോലിസിനുണ്ട്. എന്റെ ഫ്യൂച്ചർ ചോദിച്ചപ്പോ ആവറേജ് എന്നാ പറഞ്ഞേ. നിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അങ്ങനത്തെ ജാതകത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല ഗീത. അതറിഞ്ഞാലല്ലേ വിശ്വസിക്കണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. വന്നേ വന്നേ. അതല്ല ഗീത. അവനെ ഞാൻ പറയുന്നത് കേക്ക്. വാ. എന്റെ ഫ്രണ്ടാ ആവനി. ഇവളുടെ ജാതകം ഒന്ന് നോക്കി പറയാവോ? ഇരിക്കടി. ജനിച്ച നക്ഷത്രം പറയവനി. ചോദ്യ നക്ഷത്രം, ഭരണി നക്ഷത്രം, തുലാം രാശി, മേടരാശി, വൈശാഖ മാസം, കാർത്തിക മാസം, വ്യാഴാഴ്ച ദിവസം ജനിച്ചു. വെള്ളിയാഴ്ച ദിവസം ജനിച്ചൊരു പെൺകുട്ടി എന്റെ വീട്ടിലെ മരുമകളായി വരണമേ അമ്മേ. കൈയൊന്ന് കാണിക്കാം മോളെ. ചെറിയ വയസ്സു തൊട്ടേ കഷ്ടപ്പാടുകളുടെ സഹവാസിയായിട്ടാണ് ഞാൻ ജീവിച്ചത്. എന്റെ വിധിയിൽ അത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല സ്വാമി. കാലാനുസൃതമായി കയ്യിലെ രേഖകളും മാറിക്കൊണ്ടിരിക്കും. ആ രേഖകൾക്കൊപ്പം അതിലുള്ള വ്യക്തിയുടെ വിധിയും മാറിക്കൊണ്ടിരിക്കും. എന്റെ ആവനിയുടെ ജാതകം എങ്ങനെയുണ്ട്? പെട്ടെന്ന് പറ സ്വാമി. വലിയ വീട്ടിലെ മരുമകളാകും. നാട്ടുകാരെല്ലാം ബഹുമാനിക്കുന്ന വലിയ വീട്ടിൽ കാലു വെക്കാൻ പോകുന്നോളാ. സത്യമാണോ? എന്റെ വാക്കുകൾ സത്യം, സത്യം, സത്യം. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവം നിശ്ചയിച്ചത് മാത്രമേ നടക്കൂ. എത്രയും പെട്ടെന്ന് നീ വലിയ വീട്ടിലെ മരുമകളായി തീരും. ബൈ ഗീത. ബൈ. അവനി, നീ എന്തിനാ ഇതൊക്കെ? ചേച്ചി ചുമ്മാതിരിക്ക. ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചിട്ടല്ലേ വരുന്നേ? അത് പോരാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? നീ അകത്തേക്ക് വാ, ഞാൻ കാപ്പി ഉണ്ടാക്കി തരാം. വാ. ഈ ജോലിയൊക്കെ ഇനി എത്ര കാലാ ചേച്ചി? ഗീത, നീ ഇതുവരെ പോയില്ലേ? ആ ജോത്സ്യര് പറഞ്ഞ കാര്യങ്ങളെ ചേച്ചിയുടെ ചെവിയിൽ എത്തട്ടേന്ന് കരുതി വന്നതാ. ചേച്ചി, നിങ്ങൾക്ക് ജാതകങ്ങളൊക്കെ വിശ്വാസമുണ്ടോ? എന്റെ വിശ്വാസത്തിന്റെ കാര്യം നീ വിട്. ആദ്യം കാര്യം എന്താന്ന് പറ. അവനി വലിയ വീട്ടിലെ മരുമകളാകുമെന്ന് പറഞ്ഞു. സത്യമാണോ? അതെ ചേച്ചി. അവനിക്ക് നല്ലത് സംഭവിക്കുന്നതാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും വിശ്വസിക്കും. ആ വലിയ വീട് ആരുടെയാ എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും എത്രയോ ഇവളുടെ കഷ്ടപ്പാടൊക്കെ തീർന്നു കിട്ടും. ചേച്ചി, ഇവള് പറയുന്നൊന്നും കാര്യാക്കണ്ട. ഏയ്, നീ പോ. ചേച്ചി, ആ ജോത്സ്യര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നടക്കുമെന്ന് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു. പോന്നു. ചേച്ചി, ഞാൻ പറഞ്ഞതൊക്കെ സത്യ. അവക്ക് വട്ട ചേച്ചി. എന്തൊക്കെയാ വിളിച്ചു പറയുന്നുണ്ടല്ലേ? അനാവശ്യമായിട്ടൊന്നും ചേച്ചി ആലോചിച്ചു കൂട്ടണ്ട. അവനി ഇന്നലത്തെ പോലെ ആയിരിക്കും ഇന്ന്, അതുപോലെ ഇന്നത്തെ പോലെ ആയിരിക്കില്ല ഒരിക്കലും നാളെ. ഇത് ആഗ്രഹമാണെന്ന് എന്തിനാ കരുതുന്നേ? ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് കരുതിക്കൂടെ? അങ്ങനത്തെ ആശീർവാദമൊന്നും എന്റെ ജീവിതത്തിലുണ്ടാവില്ല.
സ്വപ്നങ്ങൾ വേണ്ട. അല്ലെങ്കിലും നിങ്ങൾ ഈ സൗമ്യ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ട് പോവാനാ? നോക്കു മോളെ, നിന്റെ ജീവിതം ഒരിക്കലും എന്റെ ജീവിതം പോലെ ആവരുത് മോളെ. ഞങ്ങളെ ആശ്രയിച്ച് നിൽക്കരുത് നീ. ചേച്ചി, കട്ടിലിന് എത്ര നീളമുണ്ടോ അത്രയും നീളത്തിൽ കാല് നീട്ടി കിടക്കാനുള്ള സൗഭാഗ്യമാണ് നമുക്കൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ വരം. മനസ്സിലായോ? അങ്ങനെ അല്ല അവനെ. ചേച്ചി വന്നേ പോവാ. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. വന്നേ. അയ്യോ, അകത്തേക്ക് പോ വേഗം. അവനെ വാ. നീ ശരിക്കും ശരി ശരി നീ ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ചായ എടുത്ത് വെക്കാം. ചേച്ചി ഇപ്പൊ ഒന്നും വേണ്ടതേ. ശരി മോളെ, നീ പോയി റെസ്റ്റ് എടുക്ക്. ഞാൻ പോയി സാധനങ്ങൾ വാങ്ങിട്ട് വരാം. ഞാനും വരണോ? ഞാൻ പോയിട്ട് വന്നോളാം. ശരി ചേച്ചി. എന്റെ ഭർത്താവിന്റെ നോട്ടത്തിൽ വിഷമുണ്ട്. നിന്നെ അവനിവിടെ ഒറ്റയ്ക്ക് കാണുകയാണെങ്കിൽ അവനൊരു വേട്ടക്കാരനായിട്ട് മാറും. ഹെഡ് ഓഫീസിൽ നിന്ന് വന്ന ബോസ് ഭയങ്കര ചൂടിലാണല്ലോ. നമ്മുടെ ചെക്കൻ ഇനിയും എത്തിയിട്ടില്ല. അവനെന്താ ടൈം സെൻസ് ഇല്ലേ? അവൻ ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കാരണം ഉണ്ടാവും സാർ. എനിക്ക് റീസൺ ഒന്നും വേണ്ട, റിസൾട്ടാ പ്രധാനം. നീ കമ്പനിയെ മാത്രം മാർക്കറ്റ് ചെയ്താൽ മതി, ശ്രീകരനെ അല്ല. സോറി സാർ. മേ കമിൻ സർ? കമിൻ. യുദ്ധത്തിൽ നിലംപരിശായ സൈന്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു വീരൻ വരുമെന്ന് പറയുന്നത് പോലെ ഇവരെല്ലാവരും നിന്റെ മേൽ ഒരുപാട് ഹോപ്സ് വെച്ചിട്ട് എങ്ങനെയാ ഇരിക്കുന്നതെന്ന് നോക്ക്. അല്ല, നീ എന്ത് ചെയ്യും? എന്റെ ആളുകളെ ഞാൻ ജയിപ്പിക്കാൻ സർ. 100 കോടിയുടെ ഓർഡറാ കൊണ്ടുവന്നിരിക്കുന്നേ. നിന്റെ കാലിബറിനെ കുറിച്ച് കേട്ടു, ഇപ്പൊ ഇതാ നേരിട്ട് കണ്ടു. വെരി ഗുഡ്. ഡൈനാമിക് ടീം ലീഡർ സാർ. ഡൈനാമിറ്റ് പൊട്ടിച്ചടോ. നമ്മുടെ പ്രോഡക്റ്റ് രാജ്യത്തിന് അപ്പുറത്ത് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് സാർ. അത്രയ്ക്കുള്ള ക്യാപിറ്റൽ നമ്മുടെ അടുത്തില്ലല്ലോ. ഐഡിയ ഉണ്ടായാൽ മതി സർ. പെട്ടെന്ന് തന്നെ വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം.